SSLCക്ക് 100% വിജയം. +1 അഡ്മിഷൻ ബുധനാഴ്ച ആരംഭിക്കും. നാഥനില്ലാതെ ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ അവസ്ഥ നാഥനില്ലാതെ തുടരുകയാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ തുടർ പഠനം ലക്ഷ്യമിട്ട് 2019 ഇവിടെ +1 ബാച്ചുകൾ ആരംഭിച്ചത്. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളിലായി 120 വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കുകയായിരുന്നു. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ 100% പട്ടികവർഗ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. എന്നാൽ +1 ബാച്ചുകളിൽ അപേക്ഷകൾ ഓൺലൈൻ ആയതിനാൽ പുറമെ നിന്നുള്ള വിദ്യാർത്ഥികളും ഇവിടെ വന്ന് പഠിക്കുന്നു. +1 ബാച്ചുകൾ ആരംഭിച്ചുവെങ്കിലും ആവശ്യമായ അധ്യാപക തസ്തിക സൃഷ്ടിച്ചിരുന്നില്ല. PTA പൊതുപ്രവർത്തകരുടെയും ഇടപെടലിന്റെ ഭാഗമായി 2020 പ്രിൻസിപ്പാളിന്റെ തസ്തിക സൃഷ്ടിച്ച് റിട്ടയർമെന്റ് ആകാൻ 6 മാസം മാത്രം ബാക്കിയുള്ള ഒരാളെ പ്രിൻസിപ്പാളായി നിയമിച്ചിരുന്നു. പ്രിൻസിപ്പൽ റിട്ടയർമെന്റ് ആയതോടെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പലിന്റെ അധിക ചുമതല നൽകിയാണ് സ്കൂളിന്റെ പ്രവർത്തനം നടന്നുവന്നത്. പിന്നീട് പലപ്പോഴായി ചില അവസരങ്ങളിൽ മാത്രം പ്രിൻസിപ്പൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ അധ്യയന വർഷം ഒരു പ്രിൻസിപ്പൽ ഇവിടെ എത്തിയിരുന്നു. ഈ വർഷത്തെ പരീക്ഷ തീരുന്നതിന് മുൻപായി തന്നെ അദ്ദേഹത്തിന് സ്ഥലമാറ്റം ലഭിച്ചു. എന്നാൽ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രിൻസിപ്പൽ സസ്പെൻഷനിലാണ് എന്ന് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ മുഖേന അറിയാൻ കഴിഞ്ഞു. വീണ്ടും ഹയർ സെക്കൻഡറി സ്കൂളിന് പ്രിൻസിപ്പാളോ അധ്യാപകരോ ഇല്ലാത്ത അവസ്ഥ കൈവന്നിരിക്കുകയാണ്. ഹൈസ്കൂൾ വിഭാഗത്തിലെ ഹെഡ് മാസ്റ്റർക്ക് നിലവിൽ ചാർജൊന്നും നൽകിയിട്ടില്ല എന്നും അറിയുന്നുണ്ട്. ഹെഡ് മാസ്റ്ററുടെ ചാർജും സ്കൂളിലെ ഒരു സീനിയർ അധ്യാപകനാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യാപക തസ്തിക സൃഷ്ടിക്കാത്തത് കൊണ്ട് തന്നെ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിച്ചാണ് കുട്ടികളുടെ പഠനം നടന്നു വന്നിരുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിലുള്ള അധ്യാപകരുടെ കാലാവധി പൂർത്തിയാക്കിയതോടെ അവരുടെ സേവനവും സ്കൂളിന് ലഭിക്കാതായി. സ്ഥിരമായി പ്രിൻസിപ്പാളോ അധ്യാപകരോ ഇല്ലാത്തതുകൊണ്ട് തന്നെ വിജയ ശതമാനം 40% താഴെ മാത്രമാണ് ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അധ്യാപകരോ പ്രിൻസിപ്പാളോ ഇല്ലാത്തതിനാൽ ബുധനാഴ്ച മുതൽ നടക്കുന്ന പുതിയ അഡ്മിഷൻ പ്രവർത്തനം ആര് നടത്തും എന്നുള്ള ആശങ്കയിലാണ് വിദ്യാർത്ഥികളും പൊതുസമൂഹവും. പുനരധിവാസ മേഖലയിലെ ഉൾപ്പെടെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ തുടർ പഠനം ലക്ഷ്യമിട്ട് ആരംഭിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് വിദ്യാർത്ഥികളുടെയും മേഖലയിലെ ജനങ്ങളുടെയും ആവശ്യം. പ്രിൻസിപ്പാളോ മറ്റ് അധികാരികളോ ഉണ്ടെങ്കിൽ മാത്രമേ താൽക്കാലിക അധ്യാപകരെ ഇന്റർവ്യൂ നടത്തി നിയമിക്കാൻ സാധിക്കുകയുള്ളൂ. താൽക്കാലിക അധ്യാപകരെ നിയമിക്കാൻ ആര് മുൻകൈയെടുക്കുമെന്നുള്ള ചോദ്യവും ഇവിടെ ഉയരുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മറ്റ് സർക്കാർ സ്കൂളുകളിൽ നിന്നും സീനിയറായ അധ്യാപകർക്ക് ചാർജ് നൽകി സ്കൂളിന്റെ പഠന നിലവാരം ഉയർത്താൻ ആവശ്യമായ നടപടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ താൽപ്പര്യരായ അധ്യാപകരുമുണ്ട്. അവർക്ക് ഡെപ്യൂട്ടേഷൻ നൽകി സ്കൂളിലെ അധ്യാപകരാക്കാൻ കഴിയും. SSLCക്ക് തുടർച്ചയായി 11ാം തവണയും 100% വിജയം കരസ്ഥമാക്കിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിൽ തന്നെ മാതൃകയാണ്. ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തെ കൂടി കൈപ്പിടിച്ചുയർത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകും എന്നുള്ള പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും. 10 അധ്യാപകരുടെ തസ്തികയാണ് ഇനി ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടത്. ഇതിൽ സീനിയർ അധ്യാപകരുടെ തസ്തികയെങ്കിലും സൃഷ്ടിച്ച് സ്കൂളിന്റെ പ്രവർത്തന ലക്ഷ്യം പൂർത്തിയാക്കാൻ വിദ്യാഭ്യാസ വകുപ്പും ബന്ധപ്പെട്ട അധികാരികളും മുൻപോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പൊതുസമൂഹം. ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണയും 100% വിജയം 10ാം ക്ലാസ് പരീക്ഷയിൽ കരസ്ഥമാക്കി. എന്നാൽ അവിടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇന്ന് നാഥനില്ലാത്ത അവസ്ഥയാണ്. ബുധനാഴ്ച പുതിയ +1 ബാച്ചിലേക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. എന്നാൽ കേരളത്തിലെ മറ്റെല്ലാ സ്കൂളുകളിലും അഡ്മിഷൻ പ്രവർത്തനം ഹെൽപ്പ് ഡെസ്ക് വഴി സ്കൂളുകളിൽ നടക്കുമ്പോൾ ആറളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്രം ഇതാര് നടത്തുമെന്ന് ആർക്കും ഒരു എത്തും പിടിയുമില്ല. 2019 ആരംഭിച്ച ആ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി ബാച്ചിൽ ഇതുവരെയായി അധ്യാപക തസ്തിക സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. പ്രിൻസിപ്പൽ തസ്തിക സൃഷ്ടിക്കപ്പെട്ട് നിയമിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ ഇപ്പോൾ പ്രിൻസിപ്പാളും അവിടെയില്ല. പ്രിൻസിപ്പാൾ അവിടെ നിന്ന് നടപടിയുടെ ഭാഗമായി പോയി എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ +1 അഡ്മിഷൻ പ്രവർത്തനവും അതോടൊപ്പം തന്നെ 19ാം തീയതി വരുന്ന റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളും ആര് നടത്തുമെന്ന് ആർക്കും അറിയില്ല. ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് ചുമതല നൽകിയിട്ടുണ്ട് പലപ്പോഴും. ഇവിടെ ഇപ്പോൾ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർക്കും സീനിയർ അധ്യാപകനെ ചാർജ് നൽകിയിട്ടാണുള്ളത്. അവർക്ക് ഇതുവരെയായി പ്രിൻസിപ്പാളിൻ്റെ ചുമതല രേഖാമൂലം നൽകിയിട്ടുമില്ല. ആരാണ് ഇത് നൽകേണ്ടതെന്ന് ആർക്കും അറിയില്ല. എന്തായാലും പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ തുടർപഠനം ലക്ഷ്യമിട്ടാണ് 2019 ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം
+1 ബാച്ചുകൾ ആരംഭിക്കുന്നത്. എന്നാൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇതുവരെ സാധിച്ചോ എന്ന് അധികാരികൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. കുട്ടികളുടെ ഭാവി തുലാസിലാക്കിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഈ സ്കൂളിനോട് പെരുമാറുന്നത് എന്ന് ചോദ്യം വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഉയർത്തിക്കഴിഞ്ഞു. ആർല ഫാമിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ടിരിക്കുക? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിയിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യൻ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.